യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ 2026 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണിന്ന്. ഇന്ന് ഞായറാഴ്ച ദിവസം. ഏറെ പ്രതീക്ഷയോടെ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളൊരു കുടുംബമായി ദൈവനാമത്തിൽ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ 1-ാം തീയതി തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സമാപന ദിവസങ്ങളിലേക്ക് വരുന്നു. ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് നടക്കുക. അതിലൊത്തിരി ആളുകൾ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നുണ്ട്. ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങൾ വരെയും ഈ നാളുകൾ വരെയും പ്രാർത്ഥനയും പ്രാർത്ഥനയിലൊപ്പമായിരുന്ന സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ മാസം എന്തെങ്കിലും പ്രത്യേകമായ ചില കാര്യങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവയെല്ലാം ദൈവകരങ്ങളിൽ ഇപ്പോൾ തന്നെ ഓർത്ത് ഏൽപ്പിക്കുക. കഴിഞ്ഞ മാസം നമ്മളെ നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് 1-ാം തീയതി നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കട്ടെ ഇന്ന് വചനം കേൾക്കുന്നത്. എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ടായിരിക്കും എൻ്റെ ദൈവം. എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ടായിരിക്കും. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7-ാം വാക്യം 28-ാം വാക്യം വായിക്കുകയാണ്. ഹന്ന പ്രാർത്ഥനയിൽ ആ വ്യക്തിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്. സാമുവേൽ ഒരു കുഞ്ഞില്ലാത്ത വ്യക്തിയായിരുന്നു. ഹന്ന കുഞ്ഞില്ലാത്ത വിഷമത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന വണ്ണം ദൈവം അനുഗ്രഹിച്ച് ലഭിച്ച ഒരാളാണ് സാമുവേൽ. ആ കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ അങ്ങ് ജീവിക്കുക മാത്രമല്ല ചെയ്തേ, ആ കുഞ്ഞിനെ ലഭിച്ചതിൽ അഹങ്കരിക്കുകയല്ല ചെയ്തേ. ആ കുഞ്ഞിനെ ലഭിച്ചതിൽ വലിയ ആളാണ് എന്ന ഭാവത്തിൽ നടക്കുമൊന്നുമല്ല ചെയ്തേ. ആ കുഞ്ഞിന് വേണ്ടി ചെയ്ത ഒരു കാര്യമുണ്ട്, ഒരു തലമുറയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമുണ്ട്. 1 സാമുവേൽ 1-ാം അധ്യായം 2-7-ാം വാക്യം. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ പ്രാർത്ഥന വെറുതെയാകില്ല. 28-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ കിട്ടി സ്നേഹിച്ചും ലാളിച്ചും പുറത്തിറക്കാതെ പിടിച്ചുവെച്ച് വളർത്തിയ എന്നല്ല, ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ചു. അജീനന്തം. അവൻ കർത്താവിനുള്ളതായിരിക്കും. ഉള്ളവനായ അവൻ ദൈവത്തിനുള്ളവനായിരിക്കും. അങ്ങനെ തന്നെ പറയുക. ഇവൻ ആയുഷ്കാലം മുഴുവൻ ദൈവത്തിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു. ആരൊക്കെ? ആ അമ്മയും ആ കുഞ്ഞും. എന്തു പറഞ്ഞാ പ്രാർത്ഥിച്ച്? ഇവൻ ദൈവത്തിനുള്ളവനായിരിക്കും. ദൈവത്തിന് സമർപ്പിച്ചു വളർത്തുന്നത് കണ്ടോ? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കണ്ടോ? ഓരോ അമ്മമാരും ഓരോ അപ്പന്മാരും ഓരോ വ്യക്തികളും ഒരു തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരാളായി വളർത്തേണ്ടത് എന്നാ മനസ്സിലാക്കുന്നത്. ഇനി ഇതേ വാക്യത്തിൽ അധ്യായം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കിയേ. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽക്ക കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അപ്പോൾ ഒരു ശുശ്രൂഷകനായി മാറി. ശുശ്രൂഷ ചെയ്തു. ആ ചെറുപ്പം മുതൽ തന്നെ ഒരു ശുശ്രൂഷകനാക്കിയ വളർത്തിയെ. എന്തു ചെയ്തു? ഏലിയുടെ സാന്നിധ്യത്തിൽ, സ്ഥലത്തെ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ, ദൈവീകമായ സാന്നിധ്യത്തിലാണ് ആ കുഞ്ഞു വളർന്നു വന്നത്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവധി കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവചനം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ, ആലയങ്ങളിൽ, ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് അവരുടെ മേൽ അനുഗ്രഹം മേടിച്ചെടുക്കണം. ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു പോന്നു എന്നിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു, ഇങ്ങനെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചിട്ട് പരാജയമാണുണ്ടായത്. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. സാമുവേൽ വളർന്നു വന്നു. സാമുവേൽ ആ കുഞ്ഞു വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമായി പോകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. വാക്കിന് വിലയുള്ളവനായി, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളായി വളർന്നു വന്നു. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമായി പോകാൻ പറഞ്ഞതുപോലെ അനുവദിച്ചില്ല, സമ്മതിച്ചില്ല. നോക്കൂ, ഒരു 3 ഘട്ടമായിട്ടാണ് ഇത് കണ്ടത്. ഹന്ന പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ശുശ്രൂഷകനാക്കി മാറ്റി. ദൈവസാന്നിധ്യമുള്ള ദേവാലയത്തിൽ ഏലി പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ വളർത്തിയെടുത്ത് ചെറുപ്പത്തിലെ ഒരു ശുശ്രൂഷകനാക്കി അങ്ങനെ വളർന്നു വന്ന ഈ കുഞ്ഞ് വളർന്നു വന്ന് അവൻ്റെ
അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമായില്ല. ആ അവനോടുകൂടെ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1-ാം തീയതി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും കൂടെ ദൈവസാന്നിധ്യം ചേർന്ന് വരും. ദൈവ അനുഗ്രഹത്തിൽ അവർ കയറി വരും. പ്രാർത്ഥിക്കട്ടെ. ഈ 1-ാം തീയതി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് പ്രാർത്ഥിക്കുന്നത്. 1-ാം തീയതി ദൈവവചനം കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഒരു വലിയ കുടുംബമുണ്ട്. എല്ലാവരെയും ഒന്നു ചേർന്ന് കാണുകയാണ്. ഏതെല്ലാം കുടുംബങ്ങളാണ്, ഏതെല്ലാം വ്യക്തികളാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നത്, വചനം അയച്ചു കൊടുത്തത്, സ്റ്റാറ്റസ് ഇട്ടത്, വാമൊഴിയായി പറഞ്ഞത്? ഇതെല്ലാം ഒരു ദൈവ ശുശ്രൂഷയുടെ ഭാഗമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന സകലരെയും ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി അവർക്കു വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിനങ്ങളാണ്. നാളെ തിങ്കളാഴ്ചയാണ്. ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മാസം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കട്ടെ. ഈ മാസം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നിങ്ങൾ കാണട്ടെ. ഈ മാസം ഒരു വിടുതൽ അനുഭവിക്കട്ടെ. ഈ മാസം ഒരു വലിയ സൗഖ്യം അനുഭവിക്കട്ടെ. ഈ മാസം ഒരു ദൈവം, ഒരു വാതിൽ, ഒരു വഴിയും വാതിലും തുറക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ മാസം ദൈവീകമായ ഇടപെടലുകൾ ഒത്തിരി നടക്കുന്ന ഒരു സാഹചര്യമായി മാറട്ടെ. ആ ഭവനം പണി അനുഗ്രഹമാകട്ടെ. ആ ജോലിയുടെ കാര്യം അനുഗ്രഹമാകട്ടെ. ആ പഠനത്തിൻ്റെ കാര്യം അനുഗ്രഹമാകട്ടെ. ആ കുടുംബ സാഹചര്യങ്ങൾ അനുഗ്രഹമാകട്ടെ. ആ ചെതറമേൽക്കുന്ന, മാറി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന, അസ്വസ്ഥതകളുള്ള, തെറ്റിദ്ധാരണയുള്ള സാഹചര്യങ്ങൾ മാറട്ടെ. അവിടെ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടട്ടെ. ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിക്കട്ടെ. പ്രാർത്ഥന വർദ്ധിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. നല്ല മനസ്സുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 1-ാം തീയതി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ദൈവമേ, ആരുടെ മുമ്പിലും കൈമീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകല്ലബാ. രൂപയ്ക്ക് പോലും, 1 രൂപയ്ക്ക് പോലും ആരുടെ മുമ്പിലും കൈനീട്ടി ചെല്ലുന്ന ഒരു സാഹചര്യമില്ലാതെ ദൈവമേ, ഒന്നിന് ഒരു കുറവില്ലാത്ത വിധം ഞങ്ങളെ നയിക്കണമേ. സാമ്പത്തികമായി അനുഗ്രഹിക്കണേ. ബിസിനസ് അനുഗ്രഹിക്കണേ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കണേ. സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണേ. ചെയ്യുന്ന തൊഴിലിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. വരുമാന മാർഗങ്ങൾ ചെറുതാകാം, വലുതാകാം. അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുണ്ടാകട്ടെ. ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമാകട്ടെ. നാളെ 2-ാം തീയതി തിങ്കളാഴ്ച അനേകം ആളുകൾ വചനം കേൾക്കാൻ ഇടവരട്ടെ. അനേകം ആളുകളിലേക്ക് ഈ വചനം എത്താൻ ഇടയാകട്ടെ. ആരെങ്കിലും വചന ശുശ്രൂഷ അകന്നു നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥനയിൽ അകന്നു നിൽക്കുന്നുണ്ടോ? അവരെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഒരാളെപ്പോലും മാറ്റി നിർത്താതെ അവരെ കൂടിച്ചേർത്തു നിർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് 1-ാം തീയതി അനുഗ്രഹിച്ച് പെഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 2-ാം തീയതിയാണ്. തിങ്കളാഴ്ച ഉപവാസത്തിൻ്റെ ദിവസമാണ്. പ്രാർത്ഥനയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നാളെ തിങ്കളാഴ്ച ദിവസത്തെ വചനം ഒരുപാട് പേർക്ക് അനുഗ്രഹമാകും, സൗഖ്യമാകും. ദൈവീക നന്മകൾ അനുഭവിക്കാൻ ഇടവരും സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ലൊരു ഞായറാഴ്ച 1-ാം തീയതി നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.